നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര നവ പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി പാർലമെന്റിലെത്തിയത് വേറിട്ടതും പുതുമയുള്ളതും കൗതുകകരവുമായ വാഹനത്തിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമെന്ന് നിലവിലറിയപ്പെടുന്ന ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഇലക്ട്രിക് കാറായ മിറായിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. ഡൽഹിയിലെ അടൽ അക്ഷയ ഊർജ്ജ ഭവനിൽ നിന്നും പാർലമെന്റ് വരെ അദ്ദേഹം നടത്തിയ ആ യാത്ര കൗതുകത്തെക്കാൾ ഉപരി ശുദ്ധ ഗതാഗത ഭാവി ലക്ഷ്യമാക്കിയുള്ള ഇന്ത്യയുടെ പ്രയാണത്തിന്റെ പ്രതീകം കൂടിയായി മാറി. മിറായി എന്നത് ടൊയോട്ട കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന സീറോ കാർബൺ എമിഷൻ വാഹനമാണ്. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ പ്രകൃതിക്ക് വരുത്തുന്ന ദോഷവശങ്ങളെ കുറിച്ച് ആകുലപ്പെടുന്ന ഇന്നത്തെ കാലത്തിനു മുന്നിൽ പുതുപരിഹാരം എന്നോണമാണ് ടൊയോട്ട ഈ കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഹൈഡ്രജൻ ഫ്യുവൽ സെൽ വാഹനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പുക, കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റു വിഷവാതകങ്ങൾ എന്നിവയൊന്നും പുറപ്പെടുവിക്കില്ല എന്നത് ശ്രദ്ധേയമാണ്. വാഹനത്തിന്റെ എക്സോസ്റ്റിലൂടെ പുറത്തുവരുന്നത് വെറും വെള്ളം മാത്രമാണ്. അതിനാൽ തന്നെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിൽ ഈ സാങ്കേതിക വിദ്യ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമത ഇന്ത്യയിലെ കാലാവസ്ഥയിലും റോഡ് സാഹചര്യങ്ങളിലും എത്രമാത്രം പ്രായോഗികമാണെന്ന് മനസ്സിലാക്കുന്നതിനായുള്ള പൈലറ്റ് പരീക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം എന്നോണമാണ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ടൊയോട്ട മിറായിൽ യാത്ര ചെയ്തത്. മിറായിയുടെ നിർമ്മാതാക്കളായ ടൊയോട്ട കിർലോസ്കർ മോട്ടോഴ്സും ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി അഥവാ NISEയും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്ന പുതുകരാർ പ്രകാരമാണ് ഈ പൈലറ്റ് പരീക്ഷണ പദ്ധതി രാജ്യത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ചൂട്, പൊടി, ഗതാഗത കുരുക്ക്, റോഡ് എന്നിങ്ങനെയുള്ള വിവിധ ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ ഹൈഡ്രജൻ വാഹനങ്ങൾ എത്രമാത്രം ഫലപ്രദമാണെന്ന് പഠിക്കുന്നതിനായാണ് ഈ പരീക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നത്. ഏകദേശം 2 വർഷത്തേക്കായി നടത്തുന്ന ഈ പരീക്ഷണത്തിലൂടെ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ദൂരം, കാര്യക്ഷമത, ചെലവ്, സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളും വിലയിരുത്തപ്പെടും. സുസ്ഥിര ഊർജ്ജഭാവി മുൻനിർത്തിയുള്ള ഈ നീക്കം ഇന്ത്യയുടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്ന ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണ്. മിറായി എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം ഭാവി എന്നാണ്. പേര് സൂചിപ്പിക്കും പോലെ ഭാവി ഗതാഗത രംഗത്തെ പരിവർത്തനം ചെയ്യാൻ പോന്ന ശുദ്ധ ഊർജ്ജ വാഹനമാണ് ടൊയോട്ടയുടെ ഹൈഡ്രജൻ ഇന്ധന സെൽ ഇലക്ട്രിക് കാറായ മിറായി. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള രാസപ്രവർത്തനത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയാലാണ് ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രവർത്തിക്കുന്നത്. കാർബൺ ബഹിർഗമനം ഒട്ടുമില്ലാതെ പരിസ്ഥിതി സൗഹൃദമായ ഗതാഗതം വാഗ്ദാനം ചെയ്യുന്ന മിറായി ഭാവിയുടെ വാഹനമായി തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ വാഹനം ചാർജ് ചെയ്യുന്നതിന് ഒരുപാട് സമയം ആവശ്യമില്ല എന്നതും ശ്രദ്ധേയമാണ്. 5 മിനിറ്റിനുള്ളിൽ ചാർജിംഗ് പൂർത്തീകരിക്കാനാകും. ഒരൊറ്റ ചാർജിൽ ഏകദേശം 650 കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ചും ഈ വാഹനത്തിനുണ്ട്. ഭാവിയുടെ ഇന്ധനമാണ് ഗ്രീൻ ഹൈഡ്രജൻ. ആത്മനിർഭർ ഭാരതിന് കീഴിലുള്ള ഇന്ത്യയുടെ ശുദ്ധമായ ഊർജ്ജ പരിവർത്തനത്തിലും സ്വാശ്രയ ലക്ഷ്യങ്ങളിലും ഊന്നിയുള്ള പദ്ധതിയാണ് ഇന്ത്യയിൽ പരീക്ഷിക്കപ്പെടുന്നത്. ഹൈഡ്രജൻ മൊബിലിറ്റി പരിസ്ഥിതി സൗഹൃദം മാത്രമല്ല, ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് പ്രായോഗികവുമാണ്. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഹൈഡ്രജൻ വാഹനങ്ങളുടെ പരീക്ഷണങ്ങൾ രാജ്യത്ത് വിപുലീകരിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ഈ വാഹനം ഡ്രൈവ് ചെയ്തുള്ള യാത്ര അവിശ്വസനീയമാം വിധം സുഗമവും നിശബ്ദവും സുഖകരവുമായിരുന്നു. എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ അദ്ദേഹം പറഞ്ഞു. ഈ 0 എമിഷൻ വാഹനം ഇന്ത്യയുടെ ശുദ്ധ ഊർജ്ജഭാവി രൂപപ്പെടുത്തുന്നതിനുള്ള നീക്കത്തിന് ഏറെ ഉപകാരപ്രദമായി മാറും. വാർത്തയുടെ നിറം തേടി തനിനിറം.